ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്നും വിത്തൗട്ട് മാത്തമാറ്റിക്സ് ലോകം ഒരു വട്ടപൂജ്യമാണെന്നും ചാക്കോ മാഷ് പറയുമ്പോൾ തന്റെയും തന്റെ മകന്റെയും ജീവിതത്തിലെ കണക്ക് തെറ്റുകൾ അദ്ദേഹം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും തോമസ് ചാക്കോ നാടറിയുന്ന ആട് തോമയായി മാറിയിരുന്നു. തന്റെ അപ്പനോടുള്ള അടങ്ങാനാകാത്ത ദേഷ്യം തോമസ് പ്രകടിപ്പിച്ചത് തന്റെ ക്ലാസ്സിലെ തന്നെ അപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ബാലുവിനോടായിരുന്നു. ബാലുവിന്റെ കയ്യിൽ ആ കോമ്പസ് ആഴ്ന്നിറങ്ങുമ്പോൾ എന്തൊക്കെ ഇഞ്ചുറീസ് ആവും സാധാരണ കയ്യിൽ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ദൈനംദിന ജോലികളിൽ കൈക്ക് വലിയൊരു പങ്കുണ്ട്. നമുക്കൊന്ന് കൈയിന്റെ അനാട്ടമി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം എല്ലുകൾ നോക്കാം. ആ കോമ്പസിന്റെ സൂചി ആഴത്തിലിറങ്ങി എല്ലുകളെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായി ആർട്ടറിയും വെയിനും ഉൾപ്പെടുന്ന രക്തധമനികൾ. കോമ്പസ് കുത്തി രക്തധമനികൾക്ക് ഡാമേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് പൊട്ടി ഉള്ളിൽ ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് രക്തം കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതകളുണ്ട്, ഏറെയാണ്. അടുത്തതായി പേശികൾ. കൈയിനെ ചലിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലംബ്രിക്കൽസ്, ഇൻട്രോഷ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പേശികളുണ്ട്. അപ്പൊ അത് ഡാമേജ് ആവുകയാണെങ്കിൽ കൈയിന്റെ ചലനശേഷിയെ തന്നെ അത് ബാധിക്കാം. അടുത്തതായി ടെൻഡൻസ് അല്ലെങ്കിൽ ചലനഞരമ്പ്. ചലനഞരമ്പ് പൊട്ടുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ട്രക്ചറാണ് ഞരമ്പുകൾ അല്ലെങ്കിൽ നെർവ്സ് ഡാമേജ് വരികയാണെങ്കിൽ വിരലുകൾക്ക് മരവ് സംഭവിക്കാം. ഇതിനെല്ലാം പുറമെ മുനയിലൂടെ അണുക്കൾ ഉള്ളിൽ പ്രവേശിക്കുകയും ഒരു അണുബാധയ്ക്ക് ഭാവിയിൽ സാധ്യതയും കാണുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആവാം ബാലുവിനെ അന്ന് കോമ്പസ് കുത്തിയതിലൂടെ പറ്റിയ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത്. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കയ്യിൽ എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തു, ഉദാഹരണത്തിന് ഗ്ലാസിന്റെ കഷ്ണം തറച്ചിരിപ്പുണ്ടെങ്കിൽ സ്വന്തമായി അത് വലിച്ചൂരാതിരിക്കാൻ ശ്രമിക്കുക. നേരെ അടുത്തുള്ള ആശുപത്രിയിൽ പോവുക, എന്നിട്ട് തിയേറ്ററിൽ വെച്ചിട്ട് അത് ഊരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികളിലെ കഴിവുകളും സർഗാത്മകതയും മാതാപിതാക്കളും അധ്യാപകരും കണ്ടില്ല എന്ന് നടിക്കരുത്. അവരുടെ നല്ല താല്പര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. മുതിർന്നവർ അവരുടെ താല്പര്യങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ നല്ല പ്രതിഭകളെയല്ല ഈ സമൂഹത്തിന് നഷ്ടപ്പെടുന്നത്. പകരം പുതിയ ആടുതോമകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.